ഹലോ വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഓർക്കിഡ് റോസിൽ എങ്ങനെയാണ് ഇത്രയും പൂക്കൾ നമുക്ക് വിരിയിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മാജിക് വളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓർക്കിഡ് റോസിൽ ഇത്രയും പൂക്കൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഓർക്കിഡ് റോസ് ആണുള്ളത്. ഒന്ന് ഈ ഒരു പിങ്ക് കളറിലെ ഓർക്കിഡ് റോസും പിന്നെ ഒന്ന് ഒരു വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറുമാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ ചെന്നൈയിൽ വന്ന ശേഷം ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു പ്ലാന്റ്. കുറച്ച് നാളായ പ്ലാന്റാണ്, ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട്. ഇത് മാത്രമാണ് എൻ്റെ കയ്യിൽ ആദ്യം മുതലേ ഉള്ളൊരു പ്ലാന്റ്. പക്ഷേ ഇതിൽ ഇത്രയും പൂക്കൾ വന്നത് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷമാണ്. അതിന് മുന്നേ എനിക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടേ ഇല്ല. ഇതിൽ നമ്മൾ DAPയോ NPK ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു വളം മാത്രം കൊടുത്തിട്ടാണ് ഇതിന് നമ്മൾ ഈ ഒരു രീതിയിൽ പൂക്കൾ വിരിയിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിലെല്ലാ ബ്രാഞ്ചസിലും നിറയെ മുട്ടുകളും നിറയെ പൂക്കളുമാണ്. അതുപോലെ തന്നെ ആ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് പുതിയ പുതിയ ഷൂട്ട്സ് വരുന്നുമുണ്ട്. മിക്ക ആളുകളും ഓർക്കിഡ് റോസ് വളർത്തി പരാജയപ്പെട്ടവരായിരിക്കും. എനിക്കും ആദ്യത്തെ ഒരു ഓർക്കിഡ് റോസിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യം ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ച് നടാൻ ശ്രമിച്ച സമയത്ത് എനിക്കും അത് പരാജയം തന്നെയായിരുന്നു. കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കല്യാണത്തിനൊക്കെ മുന്നേ ഓൺലൈനായിട്ടൊരു ഓർക്കിഡ് റോസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ടൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഓർക്കിഡ് റോസിൻ്റെ റോസ് പ്ലാന്റ് തന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ നമ്മുടെ നോർമൽ പോട്ടി മിക്സിലൊക്കെ നട്ടു. കുറച്ചൊന്നത് വളർന്നു, പുതിയ ഗ്രോത്തൊക്കെ തന്ന ശേഷം അത് മൊത്തത്തിൽ കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിൽ പിന്നെ എനിക്കെന്തോ ഓർക്കിഡ് റോസ് വളർത്താനുള്ളൊരാഗ്രഹം പോവുകയും പിന്നീട് അത് വാങ്ങിച്ച് വീണ്ടും വെക്കാനുള്ളൊരു ധൈര്യം ഇല്ലായ്മ വരികയും ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഓർക്കിഡ് റോസ് വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ചെന്നൈയിൽ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ നേഴ്സറിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സമയത്ത് ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു, നിറയെ പൂക്കളൊക്കെ ആയിട്ടൊരു കുഞ്ഞു പ്ലാന്റാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെ പൂക്കളെല്ലാം വെട്ടിക്കളഞ്ഞ് അതിനെ നമ്മുടേതായ ഒരു പോട്ടി മിക്സിലേക്ക് റീപോർട്ട് ചെയ്ത ശേഷം കുറച്ച് നാൾ അതിന് പുതിയ ഷൂട്ട്സൊക്കെ വന്നു, ഒന്ന് ഗ്രോത്തായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന മുട്ടകളെല്ലാം ഞാൻ പിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുതിയ പുതിയ ഷൂട്ട്സ് വന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയ ശേഷം മാത്രമാണ് ഞാൻ അതിനെ പൂവിടാനായിട്ട് വിട്ടത് തന്നെ. അപ്പോൾ ഇപ്പം ഈ പ്ലാന്റ് അത്യാവശ്യം നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത്രയും പൂക്കൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ഈ ഒരു പ്ലാന്റിൽ എനിക്ക് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും പൂക്കൾ ഇത് ആദ്യമായിട്ടാണ് വിരിയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പിലാണ് ഇത്രയും പൂക്കൾ കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ മതി. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 സവാളയുടെ തൊലിയും ഒരു 3-4 ചെറിയ ഉള്ളിയുടെ തൊലിയുമാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലൊരു 1 kgയുടെ ഒരു അടച്ചുറപ്പുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു സവാളയുടെ തൊലി ഇട്ട ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുക. ഈ ഉള്ളിത്തൊലിയും സവാളത്തൊലിയും ഇട്ട ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ പാത്രം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് നിങ്ങൾ അടച്ച് വെക്കുക. നിങ്ങളുടെ കിച്ചണിൽ എവിടെയെങ്കിലും അധികം ലൈറ്റൊന്നും കൊള്ളാത്തൊരു ഭാഗത്ത് അടച്ച് വെക്കുക. ഒരു 3 ദിവസത്തോളം നിങ്ങളിത് അങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ ഓരോ ദിവസം എടുത്തിട്ട് ഇതിനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടൊരു 3 ദിവസത്തേക്ക് നമ്മളൊന്ന് അടച്ച് എവിടെയെങ്കിലും വെക്കുക, മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു സവാളയുടെ സത്ത് മുഴുവൻ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻസും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണിത്. ഏറ്റവും നല്ല നമുക്ക് NPK DAP ഒന്നും ഇടാതെ ജൈവവളമായിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ചെടികളിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുകൊണ്ട് മാത്രമാണ് നിങ്ങളായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ നല്ലതുപോലെ തന്നെ കുലുക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് 3-ാമത്തെ ദിവസം എടുത്തിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒനിയൻ്റെ ആ ഒരു പീലിൻ്റെ ആ ഒരു സത്തെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു വെള്ളം അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കി ഐറ്റംസ് ചേർക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 2 ഏത്തപ്പഴത്തിൻ്റെ തൊലി, അതായത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി, പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 മുട്ടയുടെ തൊലി, മുട്ടത്തോട് അത് നമ്മൾ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതായത് കഴുകി ഉണക്കുക. കാര്യം മുട്ടയുടെ ആ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ അത് പൊടിക്കുക. അതും നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചായയുടെ അരിച്ച വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ വേസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ട് തേയിലയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച ശേഷം ഈ ഒരു ഓണിയൻ ജ്യൂസിലേക്ക് നമ്മളിത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 5 ദിവസം നിങ്ങൾ അതേ ബോട്ടിലിൽ തന്നെ നിറയെ വെള്ളം നിറച്ചിട്ട് ഇതിനെ അടച്ച് വയ്ക്കാം. 5 ദിവസത്തിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് 1 കപ്പ് മാത്രം ഈ ഒരു മിശ്രിതം എടുക്കുക. 1 കപ്പ് മിശ്രിതത്തിന് 3 കപ്പ് വെള്ളം ഈ ഒരു അളവിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ ചെടികളുടെയൊക്കെ ചുവട് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ റോസിനെന്നല്ല എല്ലാ ചെടികളിലും നമുക്ക് പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് 1 രൂപ ചിലവ് പോലും ഈ ഒരു മിശ്രിതം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നില്ല.
അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റോസിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും റോസിൻ്റെ ആ ഒരു മണ്ണിലൊരു ചെറിയൊരു നനവുണ്ടായിരിക്കണം. നമ്മൾ ഈ വളം ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരുപാട് ഡ്രൈ ആയ മണ്ണിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് വളം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ചെടി ഒന്ന് നനച്ച ശേഷം മാത്രം നമ്മൾ ചെടിയുടെ ചുവട് ഇളക്കിയിട്ട് ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതേസമയം നമുക്ക് ഒരു ഈർപ്പമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് എന്തായാലും അരച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അത്രയും തരിതരിയായിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ല കുറച്ച് പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനെ അരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അരയ്ക്കാതെ നമുക്ക് ഡയറക്റ്റ് ഇപ്പം നേന്ത്രപ്പഴത്തിന് തൊലിയാണെ കട്ട് ചെയ്ത് ഇടുക, മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുക, അതുപോലെ തന്നെ നമ്മുടെ ഒണിയൻ പീല് അതുപോലെ ഇത് ഇടുക. എന്നിട്ട് ഇതിന് അരയ്ക്കാതെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ നല്ലപോലെ അരിച്ച ശേഷം മാത്രം വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വളം യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ചെടികൾ നിറയെ പൂക്കളുണ്ട്. ഇതിപ്പോൾ എൻ്റെ സമ്മർ സ്നോയുടെ റോസാണ്, ഇതും നിറയെ പൂക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കിഡ് റോസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NPK DAP ഒന്നും യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ ചെടികളിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ചെടികൾക്ക് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടണം, കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലെന്തെങ്കിലും അതായത് കൊഴിഞ്ഞ് തീരാറായ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് വന്ന സ്റ്റെം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. കറുത്ത് പോയ സ്റ്റെമ്മുകളുടെ കട്ട് ചെയ്ത് കളയുക. ഇലകൾ പഴുത്തിട്ടുണ്ട് അത് കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും ചെടി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതെൻ്റെ പീച്ച് ക്രീക്കറി റോസാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. ഞാൻ ഈ 2 മാസത്തിന് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബഡ്സും ഒക്കെ നമ്മൾ പിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വന്ന ബഡ്സ് നമ്മൾ പിൻ ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇത് കാശ്മീർ റോസാണ്. ഇതിപ്പം കാശ്മീർ റോസും അതുപോലെ തന്നെ ഈ സ്നോ റോസും എനിക്ക് അടുത്തിടെ ഞാൻ വാങ്ങിച്ച ചെടികളാണ്. അപ്പോൾ അതിനെയൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചകിരിച്ചോറിൽ നടന്ന ചെടികൾ. ഇപ്പോൾ ഇതുപോലത്തെ ചകിരിച്ചോറിൽ നടന്ന ചെടികളിൽ ഒരു കാരണവശാലും ജൈവവളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് ഫംഗസ് വരാനായിട്ട് കാരണമാവുകയും ചെടി നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ചകിരിച്ചോറിലുള്ള ചെടികളിൽ നിങ്ങൾ ഇതുപോലത്തെ വളങ്ങൾ ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ചകിരിച്ചോറിലുള്ള ചെടികൾക്ക് നമുക്ക് രാസവളങ്ങളെല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. DAP NPK ഒക്കെ നമുക്ക് കൊടുക്കാം. എപ്സം സോൾട്ട് ഇതൊന്നും പ്രശ്നമില്ല. എല്ലുപൊടിയൊക്കെ ചെറിയ രീതിയിൽ കൊടുക്കാം, കുഴപ്പമില്ല. വെർമി കമ്പോസ്റ്റ് ഒക്കെ ചെറിയ രീതിയിൽ കൊടുക്കാം. പക്ഷേ ഇതുപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒരു കാരണവശാലും ചകിരിച്ചോറുള്ള ചെടികൾക്ക് കൊടുക്കാതിരിക്കുക. അത് ചെടികളിൽ ഫംഗസ് വരാനായിട്ടും ചെടികൾ നശിച്ചു പോകാനായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ നട്ട ചെടികൾക്കാണെങ്കിലും മണ്ണിൽ നട്ട ചെടികൾക്ക് നമ്മൾ കഴിവതും വെയിൽ സമയത്ത് മാത്രം ഇതുപോലത്തെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലത്തെ നമ്മുടെ ഗാർഡൻ ടിപ്സ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഗാർഡൻ ഐഡിയാസ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഗാർഡനിങ് ഐഡിയാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ യൂസ്ഫുൾ ആണെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.